എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ രസകരമായൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. വീട്ടിൽ വൈഫൈ ഉള്ള കമ്പ്യൂട്ടർ, അത് ലാപ്ടോപ്പിലാണ് ഏറ്റവും കൂടുതൽ വൈഫൈ ഉപയോഗിക്കുന്നത്. ചിലവരുടെ ഡെസ്ക്ടോപ്പ് പി സിയിലും വൈഫൈ ഉണ്ടാകാം. അങ്ങനെ വൈഫൈ ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ വയർ ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് ഫയലുകളും നമുക്ക് ഒരു വെബ്സൈറ്റിൽ കൂടി നോക്കുന്ന രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിൽ കൂടി നോക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഇതിൽ ഒരു പോർട്ട് നമ്പർ അടിച്ചിട്ട് നമുക്കത് ബ്രൗസ് ചെയ്യാൻ കഴിയും. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളിതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എയർ ഡ്രോയിഡ് എന്നാണ്. പേര് പോലെ തന്നെ നമ്മുടെ വായുവിൽ കൂടിയാണ് ഈ ഡാറ്റകളെല്ലാം പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ, അതായത് പി സിയോ ലാപ്ടോപ്പോ ഏതുമായിട്ട് വൈഫൈ വഴി കണക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം എയർ ഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതായത് കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കാം. നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നോക്കാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സുകളൊന്നുമില്ല. എയർ ഡ്രോയിഡ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ലിങ്ക് താഴെ വെച്ച് നോക്കാം. ഇത്രയാണ് കാണിക്കണം. ഓപ്പൺ വെബ് അഡ്രസ് web.airdroid.com. അതായത് ചിലതിൽ പോർട്ട് അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ ചില കമ്പ്യൂട്ടറുകളിൽ ഇത് കിട്ടില്ല. പോർട്ട് അഡ്രസ്സ് എന്നുള്ളത് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നതാണ്. HTTP:192.168 എന്നാ കാണിച്ചിരിക്കുന്നതാണ് പോർട്ട് അഡ്രസ്സ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോമിലോ മോസില്ലയിലോ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. അങ്ങനെ ഡാഷ്ബോർഡ് വരാത്ത കമ്പ്യൂട്ടറുകളിൽ മാത്രമാണ് നമ്മൾ web.airdroid.com എന്ന് ടൈപ്പ് ചെയ്യുന്നത്. ചിലതിൽ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിനെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാം. തൽക്കാലം നമുക്ക് പോർട്ട് അഡ്രസ്സ് വെച്ചിട്ട് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിന്നെ മുകളിൽ നമുക്ക് കണക്ഷനുകളിൽ ടൂൾസ്, കണക്ഷൻ, റെക്കമെൻഡ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. കണ്ടല്ലോ, നമ്മൾ ഡിവൈസ്, ആപ്സ്, ഫയൽസ് അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ എല്ലാത്തിൻ്റെയും കൂടി ഒരു കൺട്രോൾ പാനലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കപ്പോൾ തുടക്കത്തിൽ പോർട്ട് അഡ്രസ്സ് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ പോർട്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുകയാണ്. പോർട്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണോ എന്നും ചോദിച്ച് ഒരു മെസ്സേജ് വരും. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലും കാണിക്കും അത് അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിത് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇത്രയും മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത് ഇനി ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉള്ളൂ. പിന്നെ സെറ്റിങ്സ് എന്നുള്ളത് മുകളിൽ വലത് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സും ഇതിൽ എടുക്കാം. സെറ്റിങ്സിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ നിസ്സാര സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ചെയ്യേണ്ടതായിട്ടില്ല. ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. സെറ്റിങ്സ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം. അടുത്തായിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കാണുന്നത് നിങ്ങൾക്ക് ഈ മൊബൈലിൽ കൂടി തന്നെ കാണിച്ചു തരികയാണ്. ശ്രദ്ധിച്ചല്ലോ, ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇതിനൊപ്പം ചേർക്കുകയാണ്. നമുക്ക് എയർ ഡ്രോയിഡ് നമ്മുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ ദൃശ്യമാകുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്.
നമുക്കതിന് മുമ്പായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം, മോസില്ല ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുക. നമുക്ക് എയർഡ്രോയിഡ് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ പോർട്ട് അഡ്രസ്സ് നമ്മുടെ മോസില്ല അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം മുകളിൽ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക 192. അതായത് നമ്മുടെ മൊബൈലിൽ കാണിച്ചിരിക്കുന്ന പോർട്ട് അഡ്രസ്സ് ആയിരിക്കണം. അതിനുശേഷം എൻ്റർ കീ അമർത്തുക. ഈ സമയം ഈ കാണിച്ചിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലും കാണാൻ സാധിക്കും. നമ്മളതിൽ അക്സെപ്റ്റ് എന്നത് അമർത്തുക. അക്സെപ്റ്റ് അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം വായിക്കാൻ സാധിക്കും. ഈ മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നോക്കുക, നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം വായിക്കാം. അതുപോലെ പുതിയ മെസ്സേജ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാനും സാധിക്കും. നമ്പർ അടിക്കാം, ടൈപ്പ് ചെയ്യാം, സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡ് ആവും. അടുത്തായിട്ട് നമുക്ക് റിംഗ് ടോണുകൾ, നമ്മുടെ മൊബൈലിൽ ഏതൊക്കെ റിംഗ് ടോണുകളുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, അതുപോലെ ഡൗൺലോഡ് ചെയ്യാം. വേണ്ട, നമുക്ക് റിംഗ് ടോൺ നമ്മുടെ നിലവിലുള്ള റിംഗ് ടോൺ ആക്റ്റീവാക്കി മാറ്റാം. ആ റിംഗ് ടോൺ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൻ്റെ പിക്ചർ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് ആപ്സ്, നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതെല്ലാം എന്ന് നമുക്ക് കാണാനും സാധിക്കും. ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് കാണാനും മാനേജ് ചെയ്യാനും സാധിക്കും. ആവശ്യമില്ലാത്തത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കും. നോക്കുക, ഇതുപോലെ ആൻഡ്രോയിഡിൻ്റെ സിമ്പിളുള്ളതൊന്നും ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ മൊബൈൽ തകരാറിലായേക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീഡിയോസ്, നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനും അത് ആ തമ്പനയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് പ്ലേ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാം സാധിക്കും. കൂടാതെ നമ്മുടെ മൊബൈലിലേക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ കണ്ട അപ്ലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്യാമറ, നമ്മുടെ മൊബൈലിലെ ക്യാമറ ദൃശ്യങ്ങൾ ലൈവായിട്ട് നമുക്ക് അതിൽ കാണാം. അത് സ്വല്പം സ്പീഡ് വ്യത്യാസം ഉണ്ടാകും. ഓരോ ക്യാമറയുടെയും നമ്മുടെ വൈഫൈയുടെയൊക്കെ സ്പീഡിനനുസരിച്ച് ക്ലാരിറ്റി, അത് ക്യാമറ ഹൈ ക്ലാരിറ്റിയും വൈഫൈ ഇത്തിരി സ്പീഡ് കുറവാണെങ്കിൽ നമുക്കത് സ്വല്പം വ്യത്യാസം ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല മിക്കതിനും റൂട്ട് പെർമിഷൻ ചോദിക്കും. അതായത് നമ്മുടെ മൊബൈൽ റൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാറൻറ്റിയൊക്കെ പോകുന്നൊരു പരിപാടിയാണ്. നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം പറഞ്ഞു തന്നാൽ നിങ്ങൾ ധാരാളം പേര് പരാതിയായിട്ട് വരും, ഫോൺ വർക്ക് ചെയ്യണില്ല എന്ന് വരെ ആയേക്കാം. അതുകൊണ്ട് ഞാനത് റൂട്ട് ചെയ്യണമെന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നില്ല. അത് നെറ്റിൽ തപ്പി വേണമെങ്കിൽ റൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് വെറുതെ കൊല്ലാപ്പാവുന്നൊരു പരിപാടിയാണ്. അതായത് കമ്പനി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നൊരു പരിപാടിയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ എന്തായാലും വാറൻറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ അടുത്ത നമുക്ക് ഫയൽസ്. ഈ ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നമ്മുടെ വിൻഡോസ് എക്സ്പ്ലോററിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ SD കാർഡിലെ ഫോണിലെ എല്ലാ ഫയലുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് കോൾ ലോഗാണ്. നിങ്ങളെ ആരൊക്കെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തത്സമയം തന്നെ ലഭ്യമാവും. ഫോട്ടോസ്, നിങ്ങളുടെ
മൊബൈലിൽ ഏതെല്ലാം ഫോട്ടോസ് സേവ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇതുപോലെ ഈ ബ്രൗസറിൽ കാണാൻ പറ്റും. എയർഡ്രോയിഡിൻ്റെ ബ്രൗസർ ഇത് വെച്ചിട്ട് കാണാൻ പറ്റും. കോണ്ടാക്റ്റ്, നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. മ്യൂസിക്, അതായത് മ്യൂസിക് ഫയലുകൾ നിങ്ങൾ മൊബൈലിൽ മ്യൂസിക് ഫയലുകൾ ഉണ്ടെങ്കിൽ അത് ഈ ബ്രൗസറിൽ കൂടി കാണാനും അത് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനും സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ മൊബൈലിനെ പറ്റി ഉള്ള ഒരു ചെറിയ വിവരണം, ഏത് മോഡൽ, അതിൻ്റെ ഇൻബിൽറ്റ് മെമ്മറിയും എക്സ്റ്റേണൽ കാർഡിൻ്റെ മെമ്മറി, അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ തവണ അത് നമുക്ക് മാറ്റം വരുന്നാൽ ലൈവായിട്ട് ഇറങ്ങി ഇവിടെ റിഫ്രഷ് കൊടുത്തതിനാൽ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. നോക്കാം, ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ എത്ര കോണ്ടാക്റ്റ്, എത്ര മെസ്സേജ്, എത്ര ആപ്സ്, മ്യൂസിക്, അങ്ങനെ ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഫയലുകൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലേക്ക് അപ്ലോഡ് ചെയ്യാനും ഇതൊക്കെ ഉപയോഗിക്കാം. ഇത്രയാണ് മെയിൻ ഫങ്ഷൻ. അതായത് നിങ്ങളുടെ മൊബൈലിലെല്ലാം ഇതും തന്നെ നിങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനും അത് ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. ഇതാണ് എയർഡ്രോയിഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ കൊടുക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുത്താലാണ് അവർക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർ തിരിച്ചും നമുക്ക് പറഞ്ഞു തരിക. ചിലപ്പോൾ ഒരു സംശയം, അതായത് എന്തെങ്കിലും ഒരു സംശയത്തിൽ കൂടി ആയിരിക്കും നമുക്കൊരു പുതിയ അറിവ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. എനിക്കും അങ്ങനെയാണ് അറിവുകൾ കിട്ടിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.